Next paragraph. The earth rotates from west to east and completes a full circle which has 360 degrees. Thus, the earth rotates through 360 degrees of longitude in about 24 hours. Further, we can say that the earth rotates through 15 degrees of longitude in 1 hour and 1 degree of longitude in 4 minutes. നോക്കാം, നമ്മൾ പറഞ്ഞു every day sun rises in the east and sun sets in the west. Then after this rising, sun moves across the sky from east to west. This apparent movement of the sun across the sky is due to the rotation of the earth. Then earth completes one rotation in every 24 hours. Earth completes one revolution every 365.5 days. Yes. The earth rotates from west to east and complete a full circle. ഈ എർത്തിന്റെ വെസ്റ്റ് ജോയലെ എന്താ ചെയ്യുന്ന ഇവിടെ ചവക്കുന്നൊക്കെ കാണുന്നുണ്ടല്ലോ. The earth rotates from west to east and complete a circle, a full circle. ഇതാണ് നമ്മൾ ഇമാജിനറി ലൈൻ. ഏതിന്റെ? ലോഞ്ചിറ്റ്യൂഡിന്റെ ഇമാജിനറി ലൈൻ. ലോഞ്ചിറ്റ്യൂഡ് ഈസ് ആൻ ഇമാജിനറി ലൈൻ. ഇറ്റ് റൺസ് ഫ്രം ലാറ്റിറ്റ്യൂഡ് ഈസ് ആൻ ഇമാജിനറി ലൈൻ from west to east എന്ന് പറഞ്ഞില്ലേ? Yes, the earth rotates from west to east and complete a full circle which has 360 degrees. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു സർക്കിൾ എന്ന് പറയുന്നത് 360 degrees ആണ്. അതുപോലെ തന്നെയാണ് എർത്ത് 360 degrees ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എർത്ത് is divided into 360 degrees. Thus the earth rotates through 360 degrees of longitude in about 24 hours. Within 24 hours this earth rotates through these degrees. അതായത് ഏകദേശം ഒരു ദിവസം കൊണ്ട് ഈ 360 ഡിഗ്രി എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. മനസ്സിലായോ? അതായത് ഈ റൊട്ടേഷൻ ആണ് 24 മണിക്കൂർ. കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ. എർത്ത് കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ ഇൻ എവറി 24 hours. In every 24 hours this earth rotates 360 degrees. 360 ഡിഗ്രി കറങ്ങി എത്തുന്നുണ്ട്. ഈ 360 ഡിഗ്രി കറങ്ങാൻ എടുക്കുന്ന ടൈമാണ് ഏത്? 24 hours, 24 hours. Further, അങ്ങനെയാണെങ്കിൽ we can say that the earth rotates through 15 degrees of longitude in 1 hour. അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂർ ഹരിനദേ ലിസൺ. അപ്പൊ നമ്മൾ പറഞ്ഞു 360 ഡിഗ്രി എന്ന് കറങ്ങാൻ എടുക്കണമെങ്കിൽ 24 hours ആണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ 15 ഡിഗ്രി എത്ര മണിക്കൂർ കൊണ്ട് കറങ്ങും? ഒരു മണിക്കൂർ അല്ലെ? 360 ഡിവൈഡഡ് ബൈ 24 ചെയ്ത് നോക്കിയാൽ കിട്ടും 15 മണിക്കൂർ അല്ല 15 ഡിഗ്രി. അതാണ് ഒരു മണിക്കൂർ. ഒന്നുകൂടെ ശ്രദ്ധിക്കാം. A circle is 360 degrees. Then earth rotates 360 degrees in 24 hours. Then 50 degree is equal to 1 hour. 360 ഡിഗ്രി കറങ്ങണമെങ്കിൽ 24 മണിക്കൂർ വേണം. അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂർ എത്ര ഡിഗ്രി കറങ്ങും? 15 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഒരു ഡിഗ്രി കറങ്ങാനോ? അതിനെ വീണ്ടും കിട്ടണം. എങ്ങനെ? 24 ഡിവൈഡഡ് ബൈ 15 ചെയ്താൽ മതി. എത്ര കിട്ടും? എത്ര മിനിറ്റ് കിട്ടും മക്കളെ? അതായത് 15 ഡിഗ്രി എന്ന് പറയുന്നത് ഒരു മണിക്കൂറാണ്. ഒരു മണിക്കൂർ എന്ന് പറയുന്നത് 24 മിനിറ്റ്. ഒരു മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മിനിറ്റാ? ഒരു മണിക്കൂർ എന്ന് പറയുന്നത് എത്ര മിനിറ്റാ? ഹരിനന്ദേ പറഞ്ഞോ. 60 മിനിറ്റ് ആണ് ഒരു മണിക്കൂർ അല്ലേ? 60 മിനിറ്റ് ആണ് ഒരു മണിക്കൂർ. ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ്. അത് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ഡിഗ്രി കറങ്ങണമെങ്കിൽ 4 മിനിറ്റ് മതി. 4 മിനിറ്റ് കൊണ്ട് ഒരു ഡിഗ്രി കറങ്ങും. കിട്ടിയോ? മനസ്സിലായോ കണക്ക്? അതായത് എർത്ത് കംപ്ലീറ്റ്സ് വൺ റൊട്ടേഷൻ ഇൻ every 24 hours. Then in 1 hour earth rotates 15 degree. മനസ്സിലായോ? Then in every 4 minutes is equal to 1 degree. ഒരു ഡിഗ്രി കറങ്ങാൻ എത്ര സമയം എടുക്കും ഭൂമി? 4 മിനിറ്റ്. ഒരു ഡിഗ്രി കറങ്ങാൻ 4 മിനിറ്റ്. ഒരു മണിക്കൂർ കറങ്ങാൻ 4 മിനിറ്റ് കൊണ്ട് ഒരു ഡിഗ്രി. 15 ഡിഗ്രി കറങ്ങണമെങ്കിൽ ഒരു മണിക്കൂർ. പിന്നെ 24 മണിക്കൂർ കൊണ്ട് 360 ഡിഗ്രി കറങ്ങും.
മനസ്സിലായില്ലേ? ഒരു 4 മിനിറ്റ് കൊണ്ട് 1 ഡിഗ്രി കറങ്ങും, 1 മണിക്കൂർ കൊണ്ട് 15 ഡിഗ്രി കറങ്ങും, 24 മണിക്കൂർ കൊണ്ട് 360 ഡിഗ്രി കറങ്ങി കഴിയും. കണക്ക് മനസ്സിലായില്ലേ? Then there is a direct relationship between the longitude of a place and the time at that place. As the earth rotates, every meridian on earth faces on sun once a day. This is the time when the sun reaches the highest point in the sky. We call it midday or noon time at that meridian. The word meridian actually stands for midday. അപ്പൊ മെരീഡിയൻ എന്ന് പറഞ്ഞാൽ തന്നെ ആ വാക്കിന്റെ അർത്ഥം എന്താണ്? മെരീഡിയൻ സ്റ്റാൻഡ്സ് ഫോർ മിഡ് ഡേ. അതായത് 12 മണി. മിഡ് ഡേ എന്ന് പറഞ്ഞാൽ 12 മണിയല്ലേ? ആണോ? ആ. അപ്പൊ there is a direct relationship between longitude of a place and the time. അതായത് ഡയറക്റ്റ് റിലേഷൻ ഉണ്ട്. ആ ലോഞ്ചിറ്റ്യൂഡിന്റെ പ്ലേസിലത്തെ ലോഞ്ചിറ്റ്യൂഡും അവിടുത്തെ സമയവും തമ്മിൽ നല്ലൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ആണ്. ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലോഞ്ചിറ്റ്യൂഡ് ഓഫ് എ പ്ലേസ് ആൻഡ് time of that place. As the earth rotates, every meridian on earth faces on the sun once a day. എന്താ പറഞ്ഞത്? As the earth rotates, ഭൂമി കറങ്ങുന്നത് പോലെ every meridian on the earth faces, ഓരോ മെരീഡിയനും എന്ത് ചെയ്യുന്നുണ്ട്? faces the sun once a day. ഒരു ദിവസമെങ്കിലും എല്ലാ മെരീഡിയനും സൂര്യന് ഫേസ് ആയി വരുന്നുണ്ട്. മനസ്സിലായോ? അതായത് 360 ഡിഗ്രി കറങ്ങുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. 360 കറങ്ങുന്നുണ്ടെങ്കിൽ 360 ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒരു ഡിഗ്രി വെച്ചാണ് ഓരോ പാരലൽ അല്ലെങ്കിൽ ഓരോ ലോഞ്ചിറ്റ്യൂഡ് അല്ലെ? അപ്പൊ ഓരോ ഡിഗ്രി ഓരോ ലോഞ്ചിറ്റ്യൂഡും സൂര്യനെ ഫേസ് ചെയ്യൂലേ മക്കളെ? മുഴുവൻ കറങ്ങല്ലേ ഇന്ന്? മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? എല്ലാ ലോഞ്ചിറ്റ്യൂഡിനെയും സൂര്യനെ എല്ലാ ലോഞ്ചിറ്റ്യൂഡും ഫേസ് ചെയ്യും. ഓക്കെ? യെസ്. This is the time when the sun reaches the highest point in the sky. ഇതാണ് ഇത്. This is the time when the sun reaches the highest point in the sky. Then we call it midday or noon time at that meridian. അതായത് highest reach. When the sun reaches the highest point എത്തുന്നതാണ് ഇത്. ആകാശത്തെത്തുന്നു. We call it midday. അതിനെ നമ്മൾ എന്ത് പറയുന്നു? midday എന്ന് പറയുന്നു, അല്ലെങ്കിൽ noon time at that meridian. highest point എത്തുന്ന ആ സ്ഥലത്തിന് നമ്മൾ midday. The word meridian actually stands for midday. Next one, let us start from the prime meridian at Greenwich, 0 degree longitude. അതാണ് നമ്മൾ പറഞ്ഞതാണ്. പ്രൈം മെരീഡിയൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 ഡിഗ്രി ആണ്. അതാണ് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ് ആണ് ഏത്? പ്രൈം മെരീഡിയൻ എന്നറിയപ്പെടുന്നത്. ഇക്വേറ്റർ എന്ന് പറയുന്നത് 0 ഡിഗ്രിയും ലാറ്റിറ്റ്യൂഡും പ്രൈം മെരീഡിയൻ എന്ന് പറയുന്നത് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡും ആണ്. ഓക്കെ? യെസ്. When the sun is at the highest point in the sky at Greenwich. സൂര്യൻ എപ്പോഴാണോ ആകാശത്തിലെ ഹയസ്റ്റ് പോയിന്റിൽ എത്തുന്നത്, ഗ്രീൻവിച്ചിലെ all places along the prime meridian will have midday or noon time. അപ്പൊ പ്രൈം മെരീഡിയൻ എത്തുന്ന ആ സ്ഥലം എന്തായിരിക്കും? ഉച്ച സമയമായിരിക്കും അർത്ഥം. മനസ്സിലായോ? എവിടെയാണോ പ്രൈം മെരീഡിയൻ എത്തിച്ചേരുന്നത്, ആ ഹയസ്റ്റ് പീക്ക് ഇൻ ദ സ്കൈയില് എവിടെയാണോ പ്രൈം മെരീഡിയൻ, അതാണ് മിഡ് ഡേ. ഓക്കെ ശ്രീ വിഷ്ണു? ഓക്കെ. ഷനീഫ് മുഹമ്മദ്, ഷനീഫ് കേക്കെ, മുഹമ്മദ് ജോയലെ മോനെ മനസ്സിലായോ? Then next paragraph, as the earth rotates from west to east, the places which are situated towards the east of the prime meridian will have sunrise earlier than those which are situated towards the west. എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു പ്രൈം മെരീഡിയനിൽ ഉള്ളത് ഹയസ്റ്റ് പീക്ക് ഇൻ ദ സ്കൈ. പ്രൈം മെരീഡിയൻ വരുന്നത് നമ്മൾ പറഞ്ഞു മിഡ് ഡേ ആണ്. അതുപോലെ ആസ് ദ എർത്ത് റൊട്ടേറ്റ്സ് ഫ്രം വെസ്റ്റ് ടു ഈസ്റ്റ്, അതായത് എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്ന വെസ്റ്റ് ടു ഈസ്റ്റ് ആണ്. The places which are situated towards the east of the prime meridian, അതായത് പ്രൈം മെരീഡിയന്റെ ഈസ്റ്റ് ഉള്ള ഭാഗം എന്ത് കിട്ടും? will have sunrise. പ്രൈം മെരീഡിയന്റെ ഈസ്റ്റ് ഉള്ള സ്ഥലങ്ങളില് സൺറൈസ് earlier than those which are situated towards the west. വെസ്റ്റ് ഉള്ളതിനേക്കാൾ കൂടുതൽ സൺറൈസ് കിട്ടുന്ന എവിടെയായിരിക്കും? ഈസ്റ്റ് ഓഫ് ദ മെരീഡിയൻ, പ്രൈം മെരീഡിയൻ ആയിരിക്കും. അപ്പൊ അവിടെ ആയിരിക്കും എവിടെ ആദ്യം പകൽ ഉണ്ടാവുക. മനസ്സിലായോ? പ്രൈം മെരീഡിയൻ
പിടികിട്ടിയോ? ഇല്ലെങ്കിൽ പറയണം. യെസ്. അതായത് നമ്മൾ പറഞ്ഞു the earth rotates from west to east ആണ്. The places which near are situated towards the east of the prime meridian will have sunrise. അതായത് prime meridian ഈസ്റ്റ് ഭാഗത്ത് ആദ്യം സൂര്യപ്രകാശം ലഭിക്കും. ഏതിനേക്കാളും which are situated towards the west. വെസ്റ്റിലുള്ളതിനേക്കാൾ മുമ്പേ സൂര്യപ്രകാശം കിട്ടുന്നത് ഈസ്റ്റ് ഭാഗത്തായിരിക്കും പ്രൈം മെരിഡിയന്റെ. This means that Tokyo experiences sunrise before London. അതിന്റെ അർത്ഥം എന്താ? ടോക്കിയോ എക്സ്പീരിയൻസസ് സൺറൈസ് ബിഫോർ ലണ്ടൻ. ലണ്ടനിനെക്കാട്ടിലും മുന്നേ പകൽ എവിടെയായിരിക്കും? ടോക്കിയോയിലായിരിക്കും. ആൻഡ് ലണ്ടൻ എക്സ്പീരിയൻസസ് സൺറൈസ് ബിഫോർ ന്യൂയോർക്ക്. ന്യൂയോർക്കിനെക്കാട്ടിലും മുമ്പേ സൺറൈസ് ലണ്ടനിലെത്തും. ലണ്ടനിലേക്കാട്ടിലും മുമ്പേ എവിടെ എത്തും? ടോക്കിയോയിലെത്തും. മനസ്സിലായില്ലേ? അതായത് നമുക്ക് ഇങ്ങനെ വരുവാണെങ്കിൽ ഇപ്പുറം വരുന്ന് അല്ലേ? അല്ലേ? അപ്പൊ അതിന്റെ നമ്മൾ പറഞ്ഞു the earth rotates from west to east. The places which are situated towards the east of the prime meridian will have sunrise earlier before or than situated towards the west. വെസ്റ്റ് ഉള്ളതിനേക്കാൾ മുമ്പേ ഈസ്റ്റ് ഭാഗങ്ങളിലാണ് സൺറൈസ് എത്തുക. അതായത് ഞാൻ എക്സാമ്പിൾ പറയുന്നുണ്ട്. ടോക്കിയോ എക്സ്പീരിയൻസസ് സൺറൈസ് ബിഫോർ ലണ്ടൻ. ലണ്ടനിലേക്കാൾ മുമ്പേ ടോക്കിയോയിലും പിന്നെ ന്യൂയോർക്കിനെക്കാട്ടിലും മുമ്പേ ലണ്ടനിലും പ്രകാശം എത്തും. Thus, the places which are towards the east of the prime meridian will ahead of the Greenwich time. They already had noon. Thus, the places which are towards the east of the prime meridian, അതായത് prime meridian ഈസ്റ്റ് ഭാഗത്ത് will be ahead of Greenwich time. അവിടെ എന്താണ്? ഓൾറെഡി noon ആയിരിക്കും, noon time ആയിരിക്കും. And those towards the west of the prime meridian will be behind the Greenwich time. അതായത് മുന്നേ വരുന്നത് ahead of Greenwich time, and those towards the west of the prime meridian will be behind. വെസ്റ്റ് പുറകിലായിരിക്കും, ഈസ്റ്റ് മുന്നിലായിരിക്കും അല്ലെ? ഈസ്റ്റിലാണ് ആദ്യം സൂര്യപ്രകാശം എത്തുക, വെസ്റ്റില് പിന്നെ എത്തുള്ളൂ. നെക്സ്റ്റ് പാരഗ്രാഫ്. Let us understand the above concept using an example. When the sun is at the highest point in the sky in London, it is noon time. Tokyo, which is towards the east of London, has already had noon time and will be enjoying evening. New York, which is towards the west of London, will be having morning. A paragraph ഒന്ന് വായിച്ചു നോക്കിയേ. All of you please read the paragraph. ഈ പറഞ്ഞത് മനസ്സിലാക്കണമെങ്കിൽ ഒരു എക്സാമ്പിൾ താഴെ തന്നിട്ടുണ്ട്. നമ്മളെ ടൈമിന്റെ കാര്യം മനസ്സിലാക്കാൻ വേണ്ടി ഒരു പാരഗ്രാഫ് ഉണ്ട്, അതിലൊരു എക്സാമ്പിൾ ഉണ്ട്. പ്ലീസ് റീഡ്. Just say, please read. Don't talk there. I can see you are talking there. I can see you are talking with your father now. Harinand, how finished? Joel finished. Adra finished. Sri Vishnu. Just finished. Okay. Then next paragraph. Harinand, Harish, did you understand anything from that paragraph? Did you understand anything? Anything? Anybody can understand anything from the paragraph? Just as how you understand anything? Did you read the paragraph? Yes. Can you understand anything from the paragraph?
Please read once more. Heaven, did you understand anything from the paragraph? Paragraph വായിച്ചപ്പോൾ എന്തെങ്കിലും മനസ്സിലായോ? എന്താ മനസ്സിലായോ ഒന്ന് പറഞ്ഞേ. ഹെവൻ എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. ഹെവൻ പറഞ്ഞു തരൂ കേട്ടോ. പറഞ്ഞോ. യെസ് ഹെവൻ, പ്ലീസ് അൺമ്യൂട്ട്. നമ്മൾ ആ പാരഗ്രാഫ് വായിച്ചപ്പോ മോൻ എന്താണ് അതിൽ നിന്ന് മനസ്സിലായത്? ആ എക്സാമ്പിൾ അല്ലേ? അത് നമ്മുടെ എന്താ ന്യൂയോർക്ക് ഇപ്പോൾ സുഖമായിട്ട് അവിടെ എന്താ മോർണിംഗ് ആയിരിക്കും. എവിടെയൊക്കെയോ ടോക്കിയോ പറയുന്നുണ്ട്, ലണ്ടൻ പറയുന്നുണ്ട്. Read once more, all of you. Heaven, please read once more. ആരാ പറയാ? ഹരിനന്ദിന് കിട്ടിയോ? ഇല്ല. ജുവാന, സിജു, ജോയൽ, റെജിനോൾ, അഫ്രാസ്. ജുവാന, did you understand anything from the paragraph? Yes. മിസ്, ഞാൻ പാരഗ്രാഫ് എന്റെ വിട്ടുപോയി. എങ്ങനെ? ഞാനത് കേട്ടോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് എല്ലാം ഓഡിയോ വീഡിയോ എല്ലാം സ്റ്റക്ക് ആയി പോയി. Okay, please read the paragraph and try to understand anything from the paragraph. Okay, Adira? Okay. എന്തെങ്കിലും മനസ്സിലായോ മോളെ? ഇല്ല. Who will help? Justice? Yes. Unmute and say. എന്താ മനസ്സിലായേ? ലണ്ടനിലെ ഏറ്റവും ഹൈയിൽ നിൽക്കുമ്പോ അവിടെ നൂൺ ടൈം ആയിരിക്കും. അതേ സമയത്ത് ടോക്കിയോ ലണ്ടന്റെ ഈസ്റ്റ് സൈഡിലായിരിക്കും. ഈസ്റ്റ് സൈഡിലായിരിക്കും. അവിടെ എങ്ങനെയായിരിക്കും? നൂൺ കഴിഞ്ഞിട്ട് ഈവനിങ് ആയിരിക്കും. എങ്ങനെ? അവിടെ നൂൺ നേരത്തെ കഴിഞ്ഞ് നൂൺ ടൈം ഓൾറെഡി ലെഫ്റ്റ് ആയിട്ട് അവിടെ ഈവനിങ് ആയിട്ടുണ്ടാവും. പിന്നെ ന്യൂയോർക്കിലോ വെസ്റ്റ് സൈഡിലായിരിക്കും ലണ്ടന്റെ. അതുകൊണ്ട് അവിടെ മോർണിംഗ് ആയിരിക്കും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എന്താണ്? ഈസ്റ്റ് സൈഡിൽ ആദ്യം സൂര്യപ്രകാശം എത്തുന്നു പറഞ്ഞിട്ടില്ലേ? ഇല്ലേ? സൂര്യപ്രകാശം ആദ്യം ഈസ്റ്റ് സൈഡ് ഓഫ് ദ ലോഞ്ചിറ്റ്യൂഡിലാണ് എത്തുക നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കുക, ലിസൺ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. Let us understand the above concept using an example. When the sun is at the highest point in the sky in London, it is noon time. അതായത് ഹൈയസ്റ്റ് പോയിന്റ് ഇൻ ദ സ്കൈ എവിടെയാ? ലണ്ടനിലായതുകൊണ്ട് അവിടെ നൂൺ ടൈം ആയിരിക്കും. പക്ഷെ ടോക്കിയോ എന്ന് പറയുന്നത് വിച്ച് ഇസ് ടുവേർഡ്സ് ദ ഈസ്റ്റ് ഓഫ് ലണ്ടൻ, ലണ്ടന്റെ ഈസ്റ്റ് സൈഡിലാണ് ഏത്? ടോക്കിയോ ഉള്ളത്. അതുകൊണ്ട് ഹാസ് ഓൾറെഡി ഹാഡ് നൂൺ ടൈം, അവിടെ നൂൺ ടൈം കഴിഞ്ഞു. എന്താ ആതിര? ആതിര, യെസ്, എന്താ? അപ്പൊ നമ്മൾ പറഞ്ഞത് give an example to understand the time when the sun is at the highest point in the sky in London. ലണ്ടനിലെ ഹയസ്റ്റ് പോയിന്റ് ആകുമ്പോൾ അവിടെ നൂൺ ടൈം ആയിരിക്കും. ടോക്കിയോ വിച്ച് ഈസ് ടുവേർഡ്സ് ദ ഈസ്റ്റ് ഓഫ് ലണ്ടൻ, ലണ്ടന്റെ ഈസ്റ്റ് സൈഡിലാണ് ടോക്കിയോ ഉള്ളത്. അതുകൊണ്ട് അവിടെ ഓൾറെഡി നൂൺ ടൈം കഴിഞ്ഞു, ഹാർഡ് നൂൺ ഓൾറെഡി. ദെൻ അവിടെ എന്താണ്? ദേ ആർ എൻജോയിങ് ഈവനിങ്, അവര് വൈകുന്നേരം ആയിരിക്കും അവിടെ. അതിനുശേഷം ന്യൂയോർക്ക് ആണ്. ന്യൂയോർക്ക് എന്ന് പറയുന്നത് വെസ്റ്റ് ഓഫ് ലണ്ടൻ ആണ്, ലണ്ടന്റെ ഇടത് സൈഡിലാണ്. അതുകൊണ്ട് ലണ്ടന്റെ ഇടത് സോറി വെസ്റ്റ് സൈഡിലായതുകൊണ്ട് അവിടെ മോർണിംഗ്. മനസ്സിലായോ? മനസ്സിലായില്ലേ? ഈസ്റ്റ് സൈഡില് ടോക്കിയോ, പിന്നെ ലണ്ടന്റെ വെസ്റ്റ് സൈഡില് ന്യൂയോർക്ക് ആണ്. അപ്പൊ വെസ്റ്റ് സൈഡില് മോർണിംഗും ഈസ്റ്റ് സൈഡില് ഈവനിങ്ങും ആയിരിക്കും. Next one, the time differences between any two places in due to the difference in longitude of those two places. Kolkata is located at 90° east longitude and London at 0° longitude. The time difference between Kolkata and London is 6 hours. This is based on the fact that 360 degrees are covered in 24 hours
as Kolkata is toward the east of London, and at the time at Calcutta will be 6 hours ahead of London. എന്താ മനസ്സിലായത്? Please read, all of you. Please read that paragraph. വായിച്ചു നോക്കിയേ. എല്ലാം ഞാൻ തന്നെ വായിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് നല്ല സുഖമുണ്ട് അല്ലേ? കേട്ടിരുന്നാ മതിയല്ലോ. അത് വേണ്ട, കേൾക്കുന്നില്ല? ആതിര cannot hear. What happened? Stuck. I think you have a range problem there. Listen, the time difference between any two places is due to the difference in longitude of those two places. അതായത് ടൈം വ്യത്യാസം ഉണ്ടാകുന്നത്, the difference of time between any two places is due to the difference of longitude. അത് ലോഞ്ചിറ്റ്യൂഡിലുള്ള വ്യത്യാസം കൊണ്ടാണ്, ലോഞ്ചിറ്റ്യൂഡിന്റെ ലൊക്കേഷനിലുള്ള വ്യത്യാസം കൊണ്ടാണ് ടൈമിൽ വ്യത്യാസം സംഭവിക്കുന്നത് അല്ലേ? അല്ലേ? അത് നമ്മൾ പറഞ്ഞു 1 ഡിഗ്രി എന്നുള്ളത് 4 മിനിറ്റ്, then 15 ഡിഗ്രി എന്നുള്ളത് 1 അവർ, 360 എന്നുള്ളത് 24 hours എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ? അപ്പൊ ലോഞ്ചിറ്റ്യൂഡിന്റെ ലൊക്കേഷൻ അനുസരിച്ചിരിക്കും ടൈമും. ഇപ്പൊ ലോഞ്ചിറ്റ്യൂഡിന്റെ ടൈമിലും രണ്ട് സ്ഥലങ്ങളിലെ ടൈമിൽ വ്യത്യാസം വരുന്നത് അതിന്റെ ലോഞ്ചിറ്റ്യൂഡിന്റെ ലൊക്കേഷൻ വ്യത്യാസം ആയതുകൊണ്ടാണ്. യെസ്, കൊൽക്കത്ത ഈസ് ലൊക്കേറ്റഡ് അറ്റ് 90 ഡിഗ്രീസ്. കൊൽക്കത്ത എന്ന് പറയുന്നത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് 90 ഡിഗ്രി ഈസ്റ്റിലാണ്. ലോഞ്ചിറ്റ്യൂഡ് 90 ഡിഗ്രി ഈസ്റ്റ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്. ആൻഡ് ലണ്ടൻ അറ്റ് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്. അതായത് കൊൽക്കത്ത എന്ന് പറയുന്നത് 90 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിലും ലണ്ടൻ എന്ന് പറയുന്നത് സ്റ്റാർട്ടിംഗ് ആയ 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡിലുമാണ്. The difference between Kolkata and London is 6 hours. മനസ്സിലായോ? ഇപ്പൊ കൊൽക്കട്ടയും ലണ്ടനും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? 6 മണിക്കൂർ വ്യത്യാസമുണ്ട്. എന്തുകൊണ്ട് 6 മണിക്കൂർ വ്യത്യാസം വന്നത്? കൊൽക്കട്ട എന്ന് പറയുന്നത് 90 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിലാണ്. 90 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡിലാണ് കൊൽക്കട്ട ഉള്ളത്. അതേസമയം ലണ്ടൻ ഉള്ളത് എവിടെയാണ്? 0 ഡിഗ്രിയിലാണ്. അപ്പൊ എത്ര വ്യത്യാസം വന്നു നോക്കി? 6 മണിക്കൂർ വ്യത്യാസം വന്നു. അതായത് 15 ഡിഗ്രി ആവുമ്പോ 1 മണിക്കൂർ, 30 ഡിഗ്രി ആവുമ്പോ 2 മണിക്കൂർ, പിന്നെ 45 ആവുമ്പോ 3 മണിക്കൂർ, 60 ആവുമ്പോ 4 മണിക്കൂർ, 75 ആവുമ്പോ 5 മണിക്കൂർ, 90 ആവുമ്പോ 6 മണിക്കൂർ. മനസ്സിലായോ വ്യത്യാസം? എങ്ങനെയാ വ്യത്യാസം എന്നത് മനസ്സിലായില്ലേ? അപ്പൊ 15 ഡിഗ്രി സഞ്ചരിച്ചെത്താൻ 1 അവർ വേണം അല്ലേ? 1 ഡിഗ്രി ആവുമ്പോ 4 മിനിറ്റ്സ്. അപ്പൊ 1 ഡിഗ്രി ഉള്ളിടത്ത് 2 ഡിഗ്രി എത്താൻ എത്ര മിനിറ്റ് വേണം? 8 ആവും അല്ലെ? 8. then 3 ആവുമ്പോ 12, 4 ആവുമ്പോ 16, അങ്ങനെ വരില്ലേ? യെസ്. അപ്പൊ നമ്മുടെ ലണ്ടനും പിന്നെ കൊൽക്കട്ടയും തമ്മിൽ 6 മണിക്കൂർ വ്യത്യാസം വരാൻ കാരണം എന്ന് പറയുന്നത് ലണ്ടൻ ഈസ് ലൊക്കേറ്റഡ് അറ്റ് 0 ഡിഗ്രി ലോഞ്ചിറ്റ്യൂഡ്, കൊൽക്കട്ട ഈസ് ലൊക്കേറ്റഡ് അറ്റ് 90 ഡിഗ്രി ഈസ്റ്റ് ലോഞ്ചിറ്റ്യൂഡ്. അപ്പം 90 എന്ന് പറയുമ്പോൾ 15, 30, 45, 60, 75, 90, 6 hours. Got it? Have you understood? Time difference മനസ്സിലായോ? മനസ്സിലായില്ലേ? Yes. Then എന്താ മനസ്സിലായില്ലേ? Justus? yes. അപ്പൊ ഇതാണ് നമ്മുടെ ടൈം ഡിഫറൻസ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്താ മാപ്പോ ഗ്ലോബോ ഉണ്ടെങ്കിൽ, if you have any map or globe, please find the time in different places. Difference between two places. Time difference between two places. You can identify with the help of this globe. Okay. Next one. Next paragraph.
അതിൽ തന്നെ ഉണ്ട് കേട്ടോ. ഒരു മിനിറ്റ്. This is based on the fact that 360 degrees are covered in 24 hours. As Kolkata is towards the east of London, the time of Kolkata will be at 6 hours ahead of London. അതുകൊണ്ടാണ് ലണ്ടനും കൊൽക്കത്തയും തമ്മിൽ 6 മണിക്കൂർ വ്യത്യാസം വന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. 90 ഉണ്ട്, അത് 105 ആവണമെങ്കിൽ 105 ഡിഗ്രി ആവുമ്പോ എത്ര മണിക്കൂർ വ്യത്യാസം വരും? അപ്പൊ 90 ഡിഗ്രിയിൽ നമ്മുടെ കൊൽക്കത്ത നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ 105 ഡിഗ്രിയിൽ വേറൊരു കൺട്രി ഉണ്ടാവും. ആ കൺട്രിക്ക് എത്ര വ്യത്യാസം വരും? എത്ര മണിക്കൂർ ഡിഫറൻസ് വരും? ജസ്റ്റിസ് എത്ര മണിക്കൂർ ഡിഫറൻസ് വരും? ജസ്റ്റിസ് കൈ കാണിക്കുന്നുണ്ടല്ലോ. 7 hours. 7 hours. അത് വീണ്ടും 15 ഡിഗ്രി കൂടുമ്പോ 8 hours. യെസ് ശ്രീ വിഷ്ണു. അപ്പൊ 15 ഡിഗ്രി കൂടുന്നതിനനുസരിച്ച് എന്താ മോനെ? 7 hours. ഓക്കെ. യെസ്. അപ്പൊ നമ്മൾ 15 ഡിഗ്രി കൂടുന്നതിനനുസരിച്ച് 1 hour ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അതുപോലെ 1 ഡിഗ്രി കൂടുമ്പോ 4 minutes ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ 90 ഡിഗ്രി എന്നുള്ളത് 91 ഡിഗ്രി ആണെങ്കിൽ എത്ര ടൈം വ്യത്യാസം വരും? 91 ഡിഗ്രിയാണ്. അടുത്ത കൺട്രി ഒരു 91 ഡിഗ്രിയിലാണെങ്കിൽ എത്ര വ്യത്യാസം വരും? ഈ 6 ഹവേഴ്സിന്റെ കൂടെ 4 minutes കൂടെ വരും അല്ലെ? 6 hours and 4 minutes. ഇനി 95 ആണെങ്കിലോ 6 hours and 20 minutes. ഇപ്പൊ മനസ്സിലായോ? ഒന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് മിസ്സിനെ കൈ കാണിച്ചേ. If you have understood, ക്ലിയർ ആയെങ്കിൽ ഒന്ന് കൈ കാണിച്ചേ. Adira, just Juana have understood. Justice also. Then Shanif, Havan, then Sri Vishnu, Afras. Okay. Yes, Harinande. Okay. I think you have understood. You have no doubt. Okay. Yes. ഇപ്പൊ കുറെ ആയില്ലേ മക്കളെ? ലേശം കൂടി കുറച്ചും കൂടി ഉണ്ട്. അത് നാളെ എടുക്കാം അല്ലെ? അടുത്ത ദിവസം നെക്സ്റ്റ് ഡേ എടുക്കാം കേട്ടോ. ഒന്ന് വായിച്ചു നോക്കിയ ടെക്സ്റ്റ്. പ്ലീസ് റീഡ് ഓൾ ഓഫ് യു. വിച്ച് വൺ? മെരീഡിയൻസ് ഓർ ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് ടൈം. പ്ലീസ് റീഡ് ഓൾ ഓഫ് യു. വായിച്ചു നോക്കിയേ. യെസ് ജസ്റ്റിസേ പറഞ്ഞു മോനെ. മിസ് ഇന്നത്തെ ദിവസം എവിടെ മുതൽ തുടങ്ങിയ പഠിപ്പിക്കാൻ? മെരീഡിയൻസ് ഓർ ലോഞ്ചിറ്റ്യൂഡ്സ്. കഴിഞ്ഞതിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിരുന്നു. ഇല്ലേ? എവിടെ പോയി? ഹീറ്റ് സോൺസ് അല്ലേ? ഹീറ്റ് സോൺസ് എടുക്കുമുണ്ടായിരുന്നോ? ഇല്ല. പറഞ്ഞുതരാം. അപ്പൊ ഹീറ്റ് സോൺസ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞുതരാം. ജസ്റ്റിസ് ശ്രദ്ധിക്കുക. ഹീറ്റ് സോൺസ് നമ്മുടെ ഈ ഇമ്പോർട്ടന്റ് പാരലൽസിന്റെ അടിസ്ഥാനത്തില് ഹീറ്റ് സോൺസ് 3 ആയി തരംതിരിച്ചിട്ടുണ്ട്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദീസ് പാരലൽസ് ഹീറ്റ് സോൺസ് ഡിവൈഡഡ് ഇൻടു 3. ടോറിഡ് സോൺ, ടെമ്പറേറ്റ് സോൺ, ഫ്രിജിഡ് സോൺ. കേൾക്കുന്നുണ്ടോ ജസ്റ്റിസ്? യെസ്. അതില് ടോറിഡ് സോൺ എന്ന് പറയുന്നത് ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയിലുള്ള സ്ഥലം. അവിടെ സൺറൈസ് വെർട്ടിക്കൽ ആയിട്ടായിരിക്കും കിട്ടുക. അതുകൊണ്ട് അവിടെ ചൂട് കൂടുതലാണ്. വെർട്ടിക്കൽ മീൻസ് ഡയറക്റ്റ്. ഇനി ഫ്രിജിഡ് ടെമ്പറേറ്റ് സോൺ എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ഓഫ് ടോറിഡ് സോൺ. ടോറിഡ് സോണിന്റെ പുറത്ത്. അത് എന്ന് പറയുന്നത് അവിടെ സ്ലാൻഡിങ് സൺറൈസ് ആണ്. അതുകൊണ്ട് ചൂട് കുറവാണ്. ലെസ് ഹീറ്റ് ആണ്. ഇനി ഇതിനെ തന്നെ ഈ ടെമ്പറേറ്റ് സോണിനെ തന്നെ 2 ആയി തരംതിരിച്ചിട്ടുണ്ട്. നോർത്ത് ടെമ്പറേറ്റ് സോണും സൗത്ത് ടെമ്പറേറ്റ് സോണും. ആ നോർത്ത് ടെമ്പറേറ്റ് സോൺ എന്ന് പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിലെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ആർട്ടിക് സർക്കിളിനും ഇടയിൽ. ബിറ്റ്വീൻ ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആൻഡ് ആർട്ടിക് സർക്കിൾ.
ഇനി സൗത്ത് ടെമ്പറേറ്റ് സോൺ എന്ന് പറയുന്നത് ഇൻ ദ സദേൺ ഹെമിസ്ഫിയർ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ ആൻഡ് അന്റാർട്ടിക് സർക്കിൾ. ഇപ്പൊ നോർത്തേൺ ഹെമിസ്ഫിയറിലെ ആർട്ടിക് സർക്കിളിനും ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ഇടയിലാണ് നോർത്തേൺ ഫ്രിജിഡ് സോൺ. സദേൺ ഹെമിസ്ഫിയറിലെ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും അന്റാർട്ടിക് സർക്കിളിനും ഇടയിലാണ് ഏത് സദേൺ ടെമ്പറേറ്റ് സോൺ, സൗത്ത് ടെമ്പറേറ്റ് സോൺ. ഇനി തേർഡ് വൺ ഫ്രിജിഡ് സോൺ ആണ്. ഫ്രിജിഡ് സോൺ എന്ന് പറയുന്നത് ബിയോണ്ട് ദ ആർട്ടിക് സർക്കിൾ ആൻഡ് അന്റാർട്ടിക് സർക്കിൾ. അന്റാർട്ടിക് സർക്കിളിനെയും അന്റാർട്ടിക് സർക്കിളിനും ആർട്ടിക് സർക്കിളിനും അപ്പുറത്ത് അവിടെ എന്ന് പറയുന്നത് സ്ലാൻഡ് എക്സ്ട്രീം സ്ലാൻഡിങ് ടെമ്പറേച്ചർ ആണ്. അതിനെ വീണ്ടും തരംതിരിച്ചിട്ടുണ്ട് നോർത്ത് ഫ്രിജിഡ് സോൺ എന്നും സൗത്ത് ഫ്രിജിഡ് സോൺ എന്നും. നോർത്ത് ഫ്രിജിഡ് സോൺ എന്ന് പറയുന്നത് ആർട്ടിക് സർക്കിളിനും നോർത്ത് പോളിനും ഇടയിൽ, സൗത്ത് ഫ്രിജിഡ് സോൺ എന്ന് പറയുന്നത് അന്റാർട്ടിക് സർക്കിളിനും സൗത്ത് പോളിനും ഇടയിൽ. പിന്നെ നമ്മുടെ മെരീഡിയൻസ് നമ്മൾ പഠിച്ചാണ് കഴിഞ്ഞ ദിവസം. എന്താ ഇമാജിനറി ലൈൻസ് റൺസ് ടു നോർത്ത് ഫ്രം നോർത്ത് ടു സൗത്ത് അല്ലെ? ഒന്ന് വായിച്ചു നോക്കാം. അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സും കൂടെ ഒന്ന് വായിച്ചു നോക്കാം. ശ്രീവിഷ്ണു മനസ്സിലായോ മോനെ? ആതിരക്ക് മനസ്സിലായോ മോളെ? ഹലീമ മോളെ മനസ്സിലായോ ഹലീമ? യെസ്. ഷനീഫ് ആൻഡ് ഹെവൻ, അഫ്രാസ്, ഓക്കെ, അശ്വിൻ, ഹരിനന്ദ്, ഹരീഷ്, ജോയൽ. അപ്പൊ മക്കളെ ഒരു 3 പ്രാവശ്യം 3-4 പ്രാവശ്യം ടെക്സ്റ്റ് വായിക്കുക കേട്ടോ. ഈ ടൈംസ് ലോഞ്ചിറ്റ്യൂഡ് ആൻഡ് ടൈം, അതുപോലെ നമ്മുടെ എന്താ പറയാ ഇമ്പോർട്ടന്റ് പാരൽസ് ഒക്കെ കുറെ പ്രാവശ്യം വായിക്കാം. റീഡ് കെയർഫുള്ളി അറ്റ്ലീസ്റ്റ് 3 times. ഓക്കെ ഓക്കെ. അപ്പോ ടാറ്റ, ബൈ ബൈ, സി യു, ബൈ ബൈ, ടാറ്റ, ഓക്കെ, ബൈ ബൈ.